നമ്മുടെ മാനിക്യൂൺ ചേച്ചി ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട് ആട്ടോ. അത് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഫെസ്റ്റീവ് സീസൺ തുടങ്ങണം. വെഡിങ്ങിന്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ബനാറസിയുടെ അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ട്. നമുക്ക് ഷോപ്പിലാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് തന്നെ നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഓൺലൈനിലേക്കും കൂടെ ആട്ടോ. അപ്പോൾ അതിനകത്തേക്ക് വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ഷെയ്ഡുകളാണ്. ഫസ്റ്റ് ഷെയ്ഡ് തന്നെ വന്നേക്കുന്നത് അടിപൊളിയായിട്ട് നമ്മുടെ ഒരു മെറൂണും പിങ്കും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ റാണി പിങ്ക് ആയിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ ഇതിനകത്തേക്ക് ആക്ച്വലി ഒരു മെറൂണും പിങ്കും കൂടെ മിക്സ് ചെയ്താണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ചാർക്കോൾ വീവിംഗ് ആണ് ഇതിനകത്തേക്ക് ബനാറസിയുടെ വീവിങ്ങിലേക്ക് വന്നേക്കുന്നത്. ഡാർക്ക് കളേഴ്സിലേക്കാണ് ത്രെഡ്സ് വരുന്നത്. അതിൻ്റെ ബോട്ടം വന്നേക്കുന്നതും സോഫ്റ്റ് സെമി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് തന്നെയാണ്. നമുക്കൊരു പ്രീമിയം പാർട്ടി വെയർ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ദുപ്പട്ട വന്നേക്കുന്ന പ്ലെയിൻ ആയിട്ടാണ്. ബോഡി ഫുള്ളായിട്ട് തന്നെ ആ ഒരു മോട്ടീവ്സ്, ഒരു ബുട്ടാസ് വരുന്ന രീതിയിലേക്ക് താഴേക്കായിട്ട് നല്ല രീതിയിലുള്ളൊരു ബോർഡറും കൂടെ വരുന്നുണ്ട്. എത്ര വണ്ണമുള്ളവർക്കും നീളമുള്ളവർക്കും, അതായത് ഓൾമോസ്റ്റ് ഒരു 52 ഇഞ്ചസ് വരെ വണ്ണമുള്ളവർക്കും, അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഒരു 56 ഇഞ്ചസ് വരെ നമുക്കിതിന് ലെങ്ത് നമുക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും തന്നെ മെറ്റീരിയൽ എടുക്കുമ്പോൾ കുറേ കസ്റ്റമേഴ്സിന് ഒരു ടെൻഷനാണ്, നമുക്ക് വണ്ണത്തിന് ആ ഒരു വണ്ണത്തിനനുസരിച്ചുള്ളൊരു വിട്ട് കിട്ടുമോ, ഹൈറ്റിനനുസരിച്ചുള്ള നീളം കിട്ടുമോ എന്നൊക്കെയുള്ളൂ. അപ്പോൾ ഈ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഏത് വണ്ണവും ഏത് നീളവും ഉള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിലും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് ഡിസൈനും വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴത്തെ ബോർഡർ കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് കഴിഞ്ഞു. ബാക്കി ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സിലേക്ക് നമ്മൾ കൊണ്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് മെറൂണ. നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ഞാൻ രണ്ടും കൂടെ അടുത്ത് വെച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ഡിഫറൻസ് മനസ്സിലാകും. ഇതൊരു പിങ്ക് മിക്സ് ചെയ്ത് വന്നേക്കുന്ന മെറൂണാണ്. ഇത് വന്നേക്കുന്ന ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ. സെയിം ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അതിൻ്റെ ദുപ്പട്ടയും ബോട്ടവും എല്ലാം സെയിം ആയിട്ട് തന്നെയാണ്. അതിൻ്റെ ദുപ്പട്ടയിലേക്ക് ഇങ്ങനെയാണ് ബോർഡേഴ്സ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ്, പ്ലെയിൻ ആയിട്ട് ആ ദുപ്പട്ട വരുന്നത്. ബോഡിയിലേക്ക് ഫുള്ളായിട്ടായിട്ട് ആ ഒരു ബുട്ട വീവിങ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മളിപ്പോൾ കണ്ട അതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ്. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെയാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ് വരുന്നത്. ഇങ്ങനെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 2699 റേറ്റിലേക്കാണ്. പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഡ്രൈ വാഷ് ഉള്ളിയാണ്. ഹാൻഡിൽ വിത്ത് കെയർ. അത് അറിയാമല്ലോ, ബനാറസിയുടെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാം. അത് അത്രയും നമ്മളൊരു ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഷെയ്ഡ് കോഫി ബ്രൗൺ ആണ് കേട്ടോ. നമ്മൾ ബനാറസിൽ തന്നെ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ റാണി പിങ്കും റെഡിഷ് മെറൂണും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എടുത്തേക്കുന്ന ഷെയ്ഡ്സുകൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് വന്നേക്കുന്ന കോഫി ബ്രൗൺ ആണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാർട്ടി വെയറിലേക്ക് യൂസ് ചെയ്യാം. ഏത് കളർ ടോണുകാർക്കും ഈ ഒരു കോഫി ബ്രൗൺ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. അതിന് നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിലും ബോർഡേഴ്സിന് ഡിഫറൻസ് ഉണ്ട് വീവിങ്ങിൽ തന്നെ. ഇതിനകത്തേക്ക് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോപ്പറും ഗോൾഡനും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ചെറിയ വീവിങ് ആണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് കുറച്ചുകൂടെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വർക്ക്, മീൻസ് ഒരു പ്രീമിയം ആയിട്ട് തോന്നണം എന്നുള്ളവർക്ക് ചിലർക്ക് ചെറിയ ചെറിയ ബുട്ടാസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒത്തിരി കുറച്ചുകൂടെ വലിയൊരു ഡിസൈൻ വരുന്ന രീതിയിലേക്കായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പേപ്പർ ഇരിക്കുന്നുണ്ടാകാട്ടോ ഈ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോ നമ്മൾ എടുത്തിട്ട് മാനിക്യൂണിൽ ചെയ്തിട്ടുള്ള ഫോട്ടോ നമ്മൾ ഇട്ടേക്കാം കേട്ടോ. ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ രീതിയിലേക്കാണ് ഇതിൻ്റെ ആ ഒരു ബുട്ടാസ് വീവിങ് വന്നേക്കുന്നത്. ബനാറസി വീവിങ് തന്നെയാണ്. ഇതിൻ്റെയും ഏറ്റവും താഴത്തെ ബോർഡറിലേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്ക് വരുന്നുണ്ട്. താഴേക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന ഒരു എൻഡ് പോർഷനാട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും കുറച്ചും കൂടെ ഒരു ഹെവി വർക്കിലേക്കാണ്. ഇങ്ങനെ ചില കസ്റ്റമേഴ്സിന് ദുപ്പട്ടയിലേക്കും കൂടെ വർക്ക് വേണം എന്നുള്ളവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് സൈഡ് ബോർഡേഴ്സും വരുന്നുണ്ട്. 4 ബോർഡേഴ്സിലേക്കും ആ ഒരു കുറച്ചുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള വീവിങ് പാറ്റേൺ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് സെയിം തന്നെയാണ്, അതിൻ്റെ അതേ രീതിയിലേക്ക് തന്നെയാണ് കേട്ടോ. ഇനി അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്ന നമ്മളൊരു ബേജും നമ്മളൊരു ന്യൂഡ് ഷെയ്ഡും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന സാൻഡൽ കളറിനും ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡ്. ഇങ്ങനെയാണ് സെയിം പാറ്റേൺ, സെയിം നമ്മളിപ്പോൾ കണ്ടതിൻ്റെ സെയിം തന്നെയാണ് വീവിങ് വന്നേക്കുന്നത്. ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ഇങ്ങനെ തന്നെ നമ്മളിപ്പോൾ കണ്ട സെയിം ആ പാറ്റേണിലേക്ക് തന്നെയാണ്. പ്ലെയിൻ കളറിലേക്ക് അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് സെയിം ആ ഒരു ചിക്കു കളറിലേക്ക് തന്നെ. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയുന്ന നല്ല ബ്രൈറ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ് ഇതൊക്കെ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെറിയ രീതിയിലേക്ക് വരുന്നൊരു ബുട്ട. നമ്മൾ ആ കണ്ടതിനേക്കാട്ടിലും കുറച്ചും കൂടെ അടുത്തടുത്തുമാണ്, കുറച്ചുകൂടെ ചെറുതുമാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നതും ഇങ്ങനെയാണ്. ദുപ്പട്ടയ്ക്ക് ബോർഡേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്.
എല്ലാത്തിനും തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോ എടുത്ത് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിടാം. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ വീഡിയോക്കകത്ത് കാണുന്നതിനെക്കാട്ടിലും കളറിനകത്ത് ഡിഫറൻസ് ഉണ്ടാവും. ഇത് ആക്ച്വലി ഒരു ടീൽ ബ്ലൂവും പീക്കോക്ക് ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ്. കണ്ടോ എൻ്റെ ഹൈറ്റിന് കണ്ടോ ഇതേ താഴെ വന്ന് മുട്ടുന്നത്രയുണ്ട്. നിങ്ങളിപ്പോൾ ഹൈറ്റ് കുറഞ്ഞവരാണ് നിങ്ങൾക്കിത് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 48 എങ്കിലും മിനിമം ലെങ്ത്തിൽ കട്ട് ചെയ്തിരുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ബനാറസിയുടെ ഒക്കെ എപ്പോഴും ഭംഗി വരുന്നത് അങ്ങനെയാണ്. ഇത്രയെങ്കിലും ലെങ്ത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ കേട്ടോ. ഇനി അതിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടെയുണ്ട്. നമ്മുടെ ഒരു വാടാമല്ലി കളർ, നമ്മുടെ ഒരു പർപ്പിളും പിങ്കും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു ഷെയ്ഡാണ്. അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു രീതിയിലേക്ക് 2699 എന്ന് പറഞ്ഞ റേറ്റിലേക്കാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യേണ്ടവർ നമ്മുടെ തിരുവമ്പാടിൽ നമ്മുടെ ഷോപ്പിൽ വരിക. ബനാറസിയുടെ തന്നെ ഒരുപാട് കളക്ഷൻസ്, ടോപ്പ് പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് ബോർഡേഴ്സ് മാത്രം, ദുപ്പട്ട ഹെവി ആയിട്ട് വരുന്ന അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഷോപ്പിലുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് മൂവ് ചെയ്യുന്ന റെഡിഷ് മെറൂണും റാണി പിങ്കും ഒക്കെ നമുക്ക് ഷോപ്പിലുണ്ട്. അതേപോലെ തന്നെ ബനാറസിയുടെ സാരീസും നമ്മുടെ തിരുവമ്പാടിലെ ഷോപ്പ് കളക്ഷനിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ ഓർഡേഴ്സ് എടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്.